വിമാന ടിക്കറ്റ് ബുക്കിംഗിന്റെ മറവിൽ വൻ തട്ടിപ്പ്. എറണാകുളത്തുള്ള സിറ ഇന്റർനാഷണൽ ട്രാവൽസിനെതിരെയാണ് ആരോപണമുയർന്നിരിക്കുന്നത്. സ്ഥാപന ഉടമസ്ഥരായ ഷിനോയ്, ഉണ്ണിമായ എന്നിവരാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പരാതി. സംസ്ഥാനത്തുടനീളം നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് കുറച്ചു നൽകിയാണ് ഇവർ ആളുകളെ ആകർഷിക്കുന്നത്. അതുപോലെ ഇവർ സ്ഥിരം പ്രതികളെന്നും വിവരമുണ്ട്. 2024 ഷിനോയിനെയും ഉണ്ണിമായെയും ഇതേ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവർ നിരവധി ജില്ലകളിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് വിവരം. ആരോപണ വിധേയമായ സ്ഥാപനം വഴി UK-യിൽ നിന്ന് കൊച്ചിക്കാണ് കായംകുളം സ്വദേശി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏപ്രിൽ മാസത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഒടുവിൽ യാത്രാ സമയത്ത് വിസ വാലിഡ് അല്ല എന്ന കള്ളം പറഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പരാതിക്കാരൻ ഇത് ശരിയായ വിസ ആണെന്ന് വാദിച്ചെങ്കിലും അത് ഗൗനിക്കാതെ ടിക്കറ്റ് റദ്ദാക്കി. ടിക്കറ്റിന്റെ പണം തിരികെ ചോദിച്ചപ്പോൾ ചെക്ക് അയച്ചു കൊടുത്തെങ്കിലും അത് വണ്ടി ചെക്കായിരുന്നു. പിന്നീട് ഇവരെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. വെബ്സൈറ്റിൽ കയറി ഷിനോയുടെ നമ്പർ എടുത്ത് കാര്യം തിരക്കിയപ്പോൾ സാങ്കേതിക പ്രശ്നം ആയിരിക്കുമെന്ന് ന്യായീകരിച്ചു. പിന്നീട് വിളിച്ചപ്പോൾ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ചതി പറ്റിയെന്ന് മനസ്സിലായി. ഏകദേശം 1,68,000 രൂപ വരെ നഷ്ടമായെന്നും പരാതിക്കാരൻ പറയുന്നു. കോഴിക്കോട് മക്കാട് സ്വദേശിയും സമാന രീതിയിൽ തട്ടിപ്പിന് ഇരയായി. മാഞ്ചസ്റ്ററിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്നതിനും കോഴിക്കോട് നിന്ന് തിരികെ മാഞ്ചസ്റ്ററിലേക്ക് പോകുന്നതിനുമായി 2 ടിക്കറ്റുകൾ തരപ്പെടുത്തി തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പരാതിക്കാരന്റെ പക്കൽ നിന്നും സിറയുടെ ഉടമയായ 1-ാം പ്രതി ഷിനോയി ഫോൺ പേ വഴി ഏകദേശം 69,820 രൂപയാണ് തട്ടിയെടുത്തത്. ഖത്തർ എയർവേസിലാണ് ടിക്കറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം മനസ്സിലായത്. സ്ഥാപനത്തിലെ 2 ജീവനക്കാരും തട്ടിപ്പിന് പിന്നിലുണ്ട്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 316(2), 318(4), 35 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലണ്ടനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് ആലപ്പുഴ സ്വദേശിയെ വഞ്ചിച്ചത്. 63,000 രൂപയ്ക്ക് എയർ ടിക്കറ്റ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞതിനു ശേഷം ബുക്കിംഗ് സമയത്ത് റേറ്റ് കൂടിയെന്ന് പറഞ്ഞ് 69,732 രൂപ വാങ്ങിയെടുത്തെന്നാണ് കേസ്. സമാന രീതിയിൽ നിരവധി പരാതികളാണ് പ്രതികൾക്കെതിരെ ഉയർന്നു വന്നത്. പ്രതികളിപ്പോൾ ഒളിവിലാണ്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം 2024 ഷിനോയെയും ഉണ്ണിമായെയും വിമാന ടിക്കറ്റ് തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിമാന ടിക്കറ്റ് ബുക്കിംഗിന്റെ മറവിൽ 20ഓളം പേരിൽ നിന്ന് 10 ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിലാണ് അന്ന് പോലീസ് വലയിൽ കുടുങ്ങിയത്. ലണ്ടനിലേക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള ടിക്കറ്റ് എടുത്ത് നൽകാമെന്ന് പറഞ്ഞാണ് ഇവർ പണം വാങ്ങിയിരുന്നത്. കസ്റ്റമർ പറയുന്ന തീയതിക്ക് 4 ദിവസം മുൻപോ ശേഷമോ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരുന്നത്. കസ്റ്റമർ ഇക്കാര്യം ചോദ്യം ചെയ്താൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് ഭീഷണി മുഴക്കും. കൊടുത്ത പണം ആവശ്യപ്പെട്ടാൽ ക്യാൻസൽ ചെയ്ത് 70 ദിവസത്തിന് ശേഷം ലഭിക്കുമെന്ന മറുപടിയാണ് നൽകുക. അല്ലെങ്കിൽ 50% തുകയെ തിരിച്ചു കിട്ടൂ എന്ന് പറയും. ചിലരോട് 1 രൂപ പോലും തിരികെ കിട്ടില്ലെന്നും പറഞ്ഞതായും പരാതിയുണ്ട്. കൂടുതൽ പണം നൽകിയാൽ ആവശ്യപ്പെട്ട സമയത്ത് ടിക്കറ്റ് നൽകാമെന്നും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും സൗത്ത് പോലീസ് പറയുന്നു. മാവേലിക്കര സ്വദേശിയിൽ നിന്ന് 69,000 രൂപയും കൊല്ലം സ്വദേശിയിൽ നിന്ന് 76,000 രൂപയും തട്ടിയ കേസിലാണ് അന്ന് ഉണ്ണിമായ അറസ്റ്റിലായത്.